ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 2022 നവംബർ മാസത്തിലാണ് ചാനൽ തുടങ്ങിയത്. അതിനുശേഷം 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടി. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൻ്റെ റവന്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ചാനൽ തുടങ്ങി ഒരു 11 മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ കഴിഞ്ഞു. മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് കുറേശ്ശായിട്ട് റവന്യൂ ലഭിക്കുക. അങ്ങനെ നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് 4 ദിവസം മുന്നേ 29-ാം തീയതി വന്നു കഴിഞ്ഞു. ആ സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഓക്കെ, തുടർന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തൊരു സന്തോഷമുള്ളത്, നമ്മളൊരു മാസം മുന്നേ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടായിരുന്നു, RSWM എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടായിരുന്നു. 195 ബൈ എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു. 240 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ട് 240 എത്തുമ്പോൾ 23% പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടി കാണും. അതിനുശേഷം അത് വീണ്ടും ശക്തമായിട്ട് റാലി ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 264.20 വരെ എത്തിയിട്ടുണ്ട്. അതായത് ഒരു 40% അടുത്ത് പോയിന്റ്. നമ്മൾ പറഞ്ഞ 195 നിന്ന് ബൈ എടുത്ത ഒരാൾക്ക് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 240 ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23% പ്രോഫിറ്റ് കിട്ടി കാണും. വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോയിണ്ടെന്ന് അർത്ഥം. ഒരു 40% അടുത്ത് ഓവറോൾ സ്റ്റോക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾ, RSWM എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾ, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, തുടർന്ന് അടുത്ത ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുമ്പോൾ നല്ലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റാണ് കാണുന്നത്. അമേരിക്കൻ മാർക്കറ്റായ നാസ്ഡാക്ക് ഒരു 2.38% ഫോളിലാണ്. US ഡോ ജോൺസും 1.60% നെഗറ്റീവിലാണ്. S&P 500 ഒരു 1.84% നെഗറ്റീവിലാണ്. നിക്കി മാർക്കറ്റ് അതിഗംഭീര ഫോളിലാണ്, 5.81% ഫോളിലാണ്. ഫഡ്സ് 0.96%, ഒരു ഏകദേശം 1% അടുപ്പിച്ച് ഫോളിലാണ്. ജർമ്മൻ മാർക്കറ്റായ ഡാക്സും 2.33% ഫോളിലാണ്. CAC 14 1.61% ഫോളിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒന്നടങ്കം ഏഷ്യൻ മാർക്കറ്റ്സും എല്ലാ മാർക്കറ്റുകളും നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ്. അതിന് പ്രധാനപ്പെട്ട റീസൺ പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ തലവൻ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നേടുന്നത്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന റേറ്റ് കട്ടിനേക്കാൾ ഉപരിയായിട്ട് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുമോ എന്നൊരു ആശങ്കയാണ് ഒരു കാരണം. പിന്നെ മിഡിൽ ഈസ്റ്റിൽ ചെറിയൊരു യുദ്ധത്തിൻ്റെ സാഹചര്യം നിൽക്കുന്നുണ്ട്. അവിടെ യുദ്ധം വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര ഗുണകരമായ കാര്യമല്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും, യുദ്ധം വന്നാലും സാമ്പത്തിക മാന്ദ്യം വന്നാലും മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നാൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നല്ല ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്കുകളാണെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഇത് 1-2 ആഴ്ച നിലനിൽക്കുള്ളൂ. അതിനുശേഷം യുദ്ധം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകും. മാന്ദ്യത്തിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. കുറച്ച് കാലം താഴോട്ട് നിൽക്കും, അതിനുശേഷം തിരിച്ച് കയറി പോകും. ഓക്കെ, ഇതാണ് അടുത്ത ആഴ്ചയുടെ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ. ഇത്തിരി വീക്കാണ് എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റൽ സ്ട്രോങ് സ്റ്റോക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മാർക്കറ്റ് ഇത്ര ശക്തമായ രീതിയിൽ ടോപ്പിലെത്തിയിട്ട് നിങ്ങളുടെ കയ്യിൽ വരെ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും റെഡിലാണ്, ഡീപ്പ് റെഡിലാണെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എത്രയാണെന്ന് പറയുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ പേര് ആദ്യം തന്നെ പറയാം. തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ സ്റ്റോക്കിൻ്റെ പേര്. ടെക്നോളജി സർവീസ്, അതായത് സോഫ്റ്റ്വെയർ സർവീസ് ആണ് അവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ പെട്ട സ്റ്റോക്കാണ്. 1143 കോടി രൂപ മാത്രമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഇതിൻ്റെ സെക്ടറിൻ്റെ PE വന്നിട്ട് 35.04 തൻല പ്ലാറ്റ്ഫോംസിൻ്റെ PE 23.72%. നിങ്ങൾക്കറിയാം ഏണിംഗ് പെർ ഷെയർ PE റേഷ്യോ വളരെ കുറവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ടറിൻ്റെ PEനെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കുന്നുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്ടറിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത് 1.65% സെക്ടർ ആവറേജ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. തൻല പ്ലാറ്റ്ഫോംസ് 1.23% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
പിന്നെ നോ റെഡ് ഫ്ലാഗ് എന്ന് കമ്പനി പറയുന്നുണ്ട്. ലോ പ്ലഡ്ജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് ആണ്. പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് ഉള്ളത് പ്ലഡ്ജ് ചെയ്തിട്ടില്ല, പണയം വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊമോട്ടർ കയ്യിൽ ഹോൾഡിങ്സ് 44.15% പ്രൊമോട്ടർ കയ്യിൽ ഹോൾഡിങ്സ് ഉള്ളത്. റീറ്റെയിൽ ആൻഡ് അതേഴ്സ് നമ്മുടെ പോലുള്ള നിക്ഷേപകരുടെ കയ്യിൽ 40.55% ഹോൾഡിങ്സ് ഉണ്ട്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ 14.55% ഹോൾഡിങ്സ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ കമ്പനിയുടെ ഹോൾഡിങ്സ് നിൽക്കുന്നത്. ഓക്കെ. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ മാർച്ചിൽ അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് 0.65% ആയിരുന്നു. അതിൽ നിന്നും 0.74% അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 5 years റവന്യൂ ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് 31.37% വേഴ്സസ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 14.34%. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രിയുടെ ആവറേജ് 14.34 നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ തൻ്റെ പ്ലാറ്റ്ഫോംസിൻ്റെ റേഷ്യോ വരുന്നത് 31.37, ഓൾമോസ്റ്റ് ഡബിൾ മടങ്ങാണ് നമ്മുടെ നിൽക്കുന്നത് റവന്യൂ ഗ്രോത്ത്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഹയർ ദാൻ ഇൻഡസ്ട്രി നെറ്റ് ഇൻകം ഓവർ ദ ലാസ്റ്റ് 5 years നെറ്റ് ഇൻകം ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് 79.02 വേഴ്സസ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 16.37. അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ ആവറേജ് 16 നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ ഇൻഡസ്ട്രിയുടെ നെറ്റ് ഇൻകം 79 നിൽക്കുന്നത്. അപ്പോൾ എത്രയോ 5-6 ഇരട്ടി മടങ്ങാണ് നിൽക്കുന്നത്. അതും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ ഓവർ ദ ലാസ്റ്റ് 5 years മാർക്കറ്റ് ഷെയർ ഇൻക്രീസ്ഡ് ഫ്രം 3.04% നിന്നും 6.01% ഉയർന്നുണ്ട്. മാർക്കറ്റ് ഷെയർ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അതിശക്തമായിട്ട് തിരിച്ചു കയറി വരുന്നതായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലോവർ ദാൻ ഇൻഡസ്ട്രി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഓവർ ദ ലാസ്റ്റ് 5 years ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഹാസ് ബീൻ 2.9% വേഴ്സസ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 10.56%. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇൻഡസ്ട്രിയുടെ ആവറേജ് 10.56% ആണ്. നമ്മുടെ സ്റ്റോക്കിൻ്റെ അതായത് തൻല പ്ലാറ്റ്ഫോംസിൻ്റെ 2.9% ആണ്. അതായത് ഓൾമോസ്റ്റ് 5-1 പോലും ഇല്ല ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ആ നമ്പർ നല്ലൊരു നമ്പറായിട്ട് വളരെ നല്ലൊരു നമ്പറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ സെക്ടറിൽ 61 കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൂടിയിട്ട് 61 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ നിന്നും 8ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്ന കമ്പനി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ 8ാം സ്ഥാനം. നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. 13,143 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഇതൊക്കെ പോട്ടെ. ഇനി ഈ സ്റ്റോക്കിൻ്റെ ROE നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണെന്ന് നോക്കാം. 27.5%. ഇത് വളരെ നല്ലൊരു നമ്പറാണ്. ഇനി ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയി ROCE അത് എത്രയുണ്ട്? 26.33%. അത് വളരെ നല്ലൊരു നമ്പറാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനുള്ളത്. പിന്നെ തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. ഓക്കെ, ഇതിൻ്റെ ബൈ ലെവൽ നിൽക്കുന്നത് 980 ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 980 തന്നെ ബൈ എടുക്കാം. ഓക്കെ, ഞാനൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ശേഷം മാത്രം തീരുമാനമെടുക്കണം. പിന്നെ ഞാൻ ഈ ബാക്കി പാരാമീറ്റേഴ്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളും കൂടി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കൂടി നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ അത്രയാണ് ക്യാപിറ്റലിലെ 10% മാത്രം ഈ പറഞ്ഞ സ്റ്റോക്കിലേക്ക് അലോക്കേഷൻ ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പറയാം. അപ്പോൾ തൻല പ്ലാറ്റ്ഫോംസ് 980 ബൈ എടുക്കാം. ടാർഗറ്റ് 1150 ടാർഗറ്റ് വയ്ക്കേണ്ടത്. അതായത് 170 പോയിന്റ്, ഒരു 17% പ്രോഫിറ്റ് കിട്ടാവുന്ന രീതി. സ്റ്റോപ്പ് ലോസ് 920 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. എന്നാൽ ഒരു 60 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കണം. 6.12% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അതായത് ഒരു 6% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു 17% പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ 1:2 മുകളിൽ റിസ്ക് റിവാർഡ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ബൈ ഓൾ.